ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ റോയാട് ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഫാം സ്റ്റേ ഉണ്ട്, ബയോ പാർക്ക് ഉണ്ട്, അഗ്രി നഴ്സറി ഉണ്ട്, ഫാം പ്രൊഡക്ട്സ് ഉണ്ട്, ഫുഡ് യാർഡ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കാണാം. നമ്മുടെ കൂടെ ഇന്ന് മാനേജർ മനാസ് ഉണ്ട്. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മനാസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് പരിചയപ്പെടുത്തി തരാൻ സാധിക്കും. അപ്പോൾ മനാസ് നമുക്ക് അകത്തേക്ക് നടന്നത്. ഓക്കെ, മനസ്സ് പറഞ്ഞ മനസ്സ് ഇതിനെ കുറിച്ചൊരു ഒരു തുടക്കം ഇപ്പോൾ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഈ ഒരു പ്രൊജക്ട് ഞങ്ങൾ 10 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. 10 വർഷമായി. കേരളത്തില് അഗ്രി ടൂറിസം പ്രൊജക്ട് എന്നുള്ളത് അത്ര കേട്ടുകൾ ഇല്ലാത്തൊരു സമയത്താണ് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പം എല്ലാ തലത്തിലും ചർച്ച ചെയ്യുന്നുണ്ട് ഫാം ടൂറിസം, അഗ്രി ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പേ ഒരു നമ്മൾ സ്ഥലം ഡെവലപ്പ് ചെയ്യുകയും കൃഷി തിരിച്ചു കൊണ്ടുവരികയും അതിലൂടെ എങ്ങനെ വിജയിക്കുക എന്നുള്ളതിന്റെ ഒരു മാതൃകാ ഫാമാണ് ഈ റോയാട് ഫാം ഹൗസ്. ഓക്കെ, ഈ ഏരിയ നമ്മൾ നെൽകൃഷി ചെയ്യുന്നതാണ്. ഈ വർഷം കാലാവസ്ഥ പ്രശ്നമായതുകൊണ്ട് സീസണുകളൊക്കെ മാറി വന്നതുകൊണ്ട് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വർഷം നിർത്തി വെച്ചതാണ്. അപ്പൊ അടുത്ത വർഷം നെൽകൃഷി എല്ലാ വർഷവും 10-12 വർഷത്തോളായിട്ട് വിത്ത് വിതയ്ക്കുന്ന മുതൽ കൊയ്ത്ത് വരെയുള്ള ഒരു ഉത്സവമാക്കി ചെയ്തതാണ്. ഏകദേശം ചുറ്റുവട്ടത്തുള്ള 10ഓളം സ്കൂളിലെ കുട്ടികളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ക്ലബുകളുണ്ടാവും. അപ്പൊ ഏകദേശം 1000-ഓളം ആൾക്കാർ വരുന്ന ഒരു ജൈവ ഉത്സവം വരെ വെക്കാറുണ്ട്. കാർഷിക ചന്ത ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ നാടൻ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുക, അതുപോലെ തന്നെ നെല്ല്, കൊയ്ത നെല്ല് അത് വറുത്ത് അവിരിടി, അങ്ങനെ വരെ ജൈവ എക്സ്പീരിയൻസ് വരെ ഉണ്ടാറുണ്ട്. അപ്പൊ ഈ വർഷം നടന്നിട്ടില്ല, അടുത്ത വർഷത്തേക്ക് ഇതാണ് പാടി. ഇവിടെയൊക്കെ ഇരുന്ന് വന്ന് ഈവനിങ് ഒക്കെ വന്ന് ഫാമിലിയോടൊക്കെ ഇരിക്കാണ്ട് നല്ല മൂഡായിരിക്കും. കോഴിക്കോട്, മലപ്പുറം, വയനാട് ഈ സ്ഥലങ്ങളിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് താമസിച്ച് പോയാലും നഷ്ടമായില്ല. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനേക്കാളും ഉപരി എക്സ്പീരിയൻസ് ആണ്, ഫാം എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നാൽ ഫാം ആക്ടിവിറ്റീസ്, കൃഷികൾ എല്ലാം അനുഭവിക്കുന്നതോടൊപ്പം ഗ്രൂപ്പായോ അല്ലെങ്കിൽ കപ്പിൾസായോ ഫാമിലി ആയോ ഫ്രണ്ട്സായോ വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു 3 BHK വില്ലായിട്ട് ഫാമിലി വില്ല ഞങ്ങൾ പറയുന്നത് 3 BHK വില്ലേൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല സിംഗിൾ കോട്ടേജുകളുണ്ട്, ഡോർമെട്രി ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവിധ ഫെസിലിറ്റിയും ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടക്കമാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാം എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും കൃഷിയായിട്ട് ബന്ധപ്പെട്ട, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ താമസിച്ച് മടങ്ങുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടേജാണ്. താഴെ മേളിലും റൂംസ് ഉണ്ട്. അതുപോലെ എൻ്റെ പുറകെ കാണുന്ന ഡോർമെട്രി ആണ്. ഒരു 10-25 പേർക്ക് താമസിക്കാവുന്ന ഡോർമെട്രി ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ പൂളാണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ടീമായിട്ട് വരുന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പൂളാണ് കേട്ടോ. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വെഡ്ഡിങ് ഇവൻറ്റ്, അതുപോലെ എൻഗേജ്മെൻറ്റ് ഇവൻറ്റ്, അത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ പുറകെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഫുഡ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. ഇവിടെ ഇങ്ങനെ 2 പേര് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടന്നുറങ്ങണം. ഈ റോയാടിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു ബയോ പാർക്കുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ പശുക്കളാണ്.
പശുക്കൾ മാത്രമല്ല ഒരു കുതിരയുണ്ട്. കുതിരനെ കാണിച്ചു തരാം കേട്ടോ. കുതിര നല്ല മിടുക്കൻ കുതിരയാണ്. കുഴപ്പമില്ല, അവിടെ അതെല്ലാം ചെയ്യൂ. ഇത് എമോ ഒപ്പം സെൽഫി എടുക്കാം, ആ ശരി. ഫോട്ടോ എടുക്കാം. ഇതൊരു റെയർ കോഴിയാണ്. എന്താ എൻ്റെ പേരെന്താ പറഞ്ഞേ? വസന്ത്. വസന്ത് ഗോൾഡൻ. പല വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തത്തകളെ ഇങ്ങനെ ഫീഡ് ചെയ്യാം. പല വെറൈറ്റി തത്തകളുണ്ട്. അവിടെ ഒരു തത്തക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. ആ ആ ആ ഇങ്ങനെ നിങ്ങൾക്കും ഇവിടെ വരുമ്പോഴത്തേക്കും തത്തകളൊക്കെ ഫീഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. ഞാൻ വിട്ട്. ഒട്ടകപ്പക്ഷിയാണ്ടോ ഇത്? കാശ്മീർ ആടല്ലേ? ചെമ്മരിയാട്. ഇതൊരു ഗുജറാത്തി പശുവാണ്. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കിഡ്സ് പാർക്കുണ്ട്. കൊട്ടത്തോണി ഉണ്ട്. കൊട്ടത്തോണി ഇതൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് റോയാട്. നമ്മുടെ റോയാടിലെ വിശേഷങ്ങളാണ് ഇത്രയും സമയം നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതും റോയാടിനെ പരിചയപ്പെടുത്താൻ പറ്റിയതും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.